ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ മോൻ്റെ സ്കൂളിലെ പരിപാടിയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ പാക്കിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലക്ഷദ്വീപ് കൊണ്ടുപോകാൻ എന്തൊക്കെ പാക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടാ. മോൻ്റെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ടീമാണ് ഈ പോകുന്നത് കേട്ടോ. അവനൊരു സിനിമാറ്റിക് ഡാൻസ് ആണുള്ളത്. നമ്മുടെ കലാഭവൻ മണിൻ്റെ വള കിലുക്കണ കുഞ്ഞോളെ എന്നുള്ള പാട്ടിൻ്റെ കേട്ടോ. ഞാൻ ഇതിൽ വോയിസ് കൊടുത്തിട്ടില്ല. ചുറ്റും സിനിമാറ്റിക് ഡാൻസിൻ്റെയും ഒപ്പനക്കൊക്കെ സിനിമ സോങ്സ് ആണല്ലോ. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നത് കരുതിയിട്ടാട്ടോ. ഇതാണ് ടീം. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ മൂത്ത മക്കളെ മോനെയും മുനീഫിനെയും ജീവനെയൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുവന്നിരുന്നതും ഒരുക്കിയിരുന്നൊക്കെ ഒരു മെമ്മറി ഇങ്ങനെ വരിക കേട്ടോ. അതേപോലെ എൻ്റെ കുട്ടിക്കാലം ഞാൻ എല്ലാ പ്രോഗ്രാമിനും നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർമ്മ വരിക കേട്ടോ. മിസ് ചെയ്യുകയൊക്കെ. പ്രത്യേകിച്ച് മുനീഫിന് കീബോർഡ് ഗിറ്റാറൊക്കെ പഠിച്ചിരുന്നു അവന്. അപ്പോൾ അതൊക്കെ താങ്ങി പിടിച്ചായിരിക്കും വരിക. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഇവിടെ എൻഗേജ് ആയിരിക്കട്ടെ ഞാനും കാക്കയും. ഇപ്പം അതൊന്നുമില്ല, അവനൊരു ഡാൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഒഴിവായും ചെയ്തു കേട്ടോ. അവർ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവർ കോർഡിനേഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ആ കറക്റ്റ് പറഞ്ഞ ടൈമിന് തന്നെ കുട്ടികളൊക്കെ അയച്ചിട്ടു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒഴിവായി. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. അതൊന്നും സാധിച്ചില്ല, ധൃതി പിടിച്ച് പോകുന്ന കാരണം. അതിൽ പെട്ടതാണ് എൻ്റെ ഒരു ബാല്യകാല മാസിൻ്റെ പ്രായം മുതൽ ഫ്രണ്ടായിട്ടുള്ള ഒരാളുണ്ട്, ബുഷറ. ഞങ്ങൾ ഒരു ദിവസം പോലും കാണാതിരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. കൂടപ്പിറപ്പിനേക്കാളും ബന്ധം എന്ന് പറഞ്ഞ പോലത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അവൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ PG എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വൈകുന്നേരം വരണുണ്ട് എന്ന് പറഞ്ഞു അവിടെ. പക്ഷെ ആ ടൈമിന് എനിക്ക് നിൽക്കാൻ വയ്യല്ലോ, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വിഷമമായിട്ടാ. അറിയണ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റാതെ അതൊരു വിഷമമായി. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാമും കഴിഞ്ഞു കേട്ടോ. പ്രോഗ്രാം പല പല വേഷത്തിൽ പല പല ഒപ്പനൻ്റെയും പല പല വെറൈറ്റി വേഷങ്ങൾ കാണുമ്പോൾ എന്താ ഭയങ്കര സന്തോഷം കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. കാക്ക ഞങ്ങളവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. കാക്കക്ക് ഇന്ന് കുറച്ച് ബിസിയുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയിട്ടാണ് പോയത്. ഇതാണ് കേട്ടോ മാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷീഷാൻ. അപ്പോൾ എനിക്ക് കാണിച്ചു തരുന്ന അവൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസാന്ന് തോന്നുന്നുണ്ട്. അവനൊരു ക്ലാസിക് മോഡൽ ഡാൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓട്ടോയിൽ വന്നപ്പോൾ നല്ല സന്തോഷം കേട്ടോ. മാജിക്ക് ഇത് എപ്പോഴെങ്കിലൊക്കെ ഉള്ള സംഭവമല്ലേ, നല്ല ഇഷ്ടം അവന്. ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ വരാറുമ്പോൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ കുറച്ച് ഒരു കടയിലൊക്കെ ഷോപ്പിലൊക്കെ കയറാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ പാക്കിംഗ് ഒക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഡ്രസ്സാണ് കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങളെ കാണിക്കാം. ജസ്റ്റ് ഒരു പാക്കിങ് കാണിക്കാം കേട്ടോ. അതാ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ചാട്ടങ്ങനെ മാജിക്ക് ഒരു 2-3 ടീഷർട്ടും പെയറായുള്ള ഷർട്ടും പിന്നെ ഇതാ കോഡ് സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ആമസോണിൽ വാങ്ങിയതാണ്. 3 കോഡ് സെറ്റ് കേട്ടോ. 3 നല്ല ബീച്ച് വൈബുള്ളതാണ് വാങ്ങിയത്. അതിങ്ങനത്തെ ഒരു ബ്ലൂ കളറ്, പിന്നെ ഇതാ ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടെ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു സംഭവം കേട്ടോ. പിന്നെ ഇത് 2 ടീഷർട്ട് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും ഒരു ബീച്ച് വൈബ് വരുന്ന കളർ തന്നെ എടുത്തത് കേട്ടോ. പിന്നെ 2 ഹാറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല വെയിലാണ്, അപ്പോൾ 2 ഹാറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ റഫായിട്ട് 2 ട്രൗസർ എടുത്തിട്ടുണ്ട്. ആ ടീഷർട്ട് എടുത്ത് വെച്ചല്ലോ, അതിക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വെറുതെ പൂളിലൊക്കെ ഇറങ്ങണമെങ്കിലോ. പിന്നെ ഇതാ 3 ജീൻസ്. ഇത്രയാണ് കേട്ടോ. പിന്നെ വേറെ ഇന്നർവെയർസ് വേറെ എടുക്കുന്നുണ്ട്. ബെൽറ്റ് ഞാൻ കരുതിയിട്ടുണ്ട്, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇതാ അവന് ഗ്ലാസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയാണ് മാജിക്ക് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇനി നനക്കാൻ പറ്റുന്ന ചെരുപ്പ് ഷൂസാണ് കേട്ടോ. അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത്. ഒക്കെ പാൻറ്റും ഷർട്ടുമാണ്, അല്ലാത്ത ഡ്രസ്സൊന്നും കൊണ്ടുപോകണില്ല. ഇതിങ്ങനെ ഒരു പെയർ, ഒരു ഷർട്ട്, ഒരു ജീൻസ്, ഒരു നല്ല ലൂസുള്ള സൈസ് ജീൻസാണ്. ഇതിങ്ങനെ ഒരു ഷർട്ടും. ഇത് ഞാൻ മറ്റേ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ, നമ്മളെ സൈലറിന്ന് എടുത്തതാണ്. ഇത് ഷർട്ടും ഇതൊക്കെയുള്ള നല്ല ലൂസുള്ളൊരു പലാസോ മോഡലൊരു പാൻറ്റും. ഇതൊരു മാക്സി ഗൗണാണ് കേട്ടോ.
അത് ഞങ്ങൾ കോഡ് സെറ്റ് ഒരു റീൽസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ്. ഇതേപോലെ നല്ലൊരു ഷർട്ട്, നല്ല ഇറക്കമുള്ള ഷർട്ടാണ്. ലാർജാണ് സൈസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിക്ക് ഒരു ഈ ഒരു കളറ് ജീൻസും അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന അടക്കം എനിക്ക് 4 ജോഡി ഡ്രസ്സാണ് വേണ്ടത് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ 3 ദിവസത്തിനും അങ്ങനെയാണ് വേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ ഇട്ടിട്ട് പോകട്ടോ. ഇത് പിന്നെ ഒരു കഫ്താൻ മോഡൽ ഷർട്ടും അതിക്ക് ബ്ലാക്ക് പാൻറ്റും. ഇത് ഇന്നലെ ഞാൻ നെസ്റ്റോ പോയപ്പോൾ കണ്ടപ്പെടുത്തതാണേ. അത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടമായി. നമ്മുടെ ഷേപ്പൊന്നും അറിയാതെ നല്ലൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഹിജാബുകൾ, ഒരു ഷൂ എടുത്തിട്ടുണ്ട് പോകുമ്പോഴാൻ. പിന്നെ അവിടെ ഫുള്ള് വെള്ളത്തിൻ്റെ പരിപാടിയാണല്ലോ, അപ്പം നനയാൻ പറ്റിയ ചെരുപ്പ്, ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോക്സിന് മറ്റേ കൂടുതലുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും ഇതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇന്നവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യോഗ പാൻറ് എടുത്തിട്ടുണ്ട് 2 കേട്ടോ. പൂളിൽ ഇറങ്ങുകയാണെങ്കിലോ നിർത്തിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യോഗ പാൻറ് എടുത്തു. 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്, ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹാറ്റ്, പിന്നെ ഒരു കാര്യം മറന്നുപോയി, മറ്റേ വട്ടത്തിലുള്ള തൊപ്പിയുണ്ട്, അതെടുക്കണം. പിന്നെ ഇത് നമ്മളെ സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്റ്റ്സ് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സൺസ്ക്രീന്, അതേപോലെ ഫേസ് വാഷ്, ഒരു BB ക്രീം, ഐബ്രോ ഫില്ല് ചെയ്യാനുള്ള സംഭവം, അതൊക്കെ ഉള്ളൂ. ഇതിൽ നമ്മളെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് എടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ പിന്നെ ഇൻ്റർവെൽസ് വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇടാനുള്ള ഇന്നേഴ്സും ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാലും ഭയങ്കര നൈസല്ലേ. അപ്പം ഇനി ഉള്ളിൽ നല്ല ഒക്കെ ഫുൾ സ്ലീവായിട്ട് എടുത്തിട്ടുള്ളത്, എല്ലോടും കവർ ചെയ്യുന്ന എടുത്തിട്ടുള്ളത്. നല്ല ടാന് വരും, അങ്ങനത്തെ ഏരിയയിലൊക്കെ പോയാൽ നല്ല ടാന് വരും. അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ട് നമ്മൾ സൺസ്ക്രീനും നല്ലോണം കരുതിയിട്ടുണ്ട്. നല്ല കവർ ചെയ്യുന്ന ഡ്രസ്സസും ഉണ്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ വേഗം. ഞങ്ങൾക്ക് രണ്ടാമത് ഈ ഒരു പെട്ടിയിൽ കൊള്ളണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഒന്നാമത് കാക്കല്ലാത്ത കാരണം നമ്മൾ ലഗേജ് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യണം, അതൊരു പ്രശ്നം. പിന്നെ അവിടുന്ന് ടാക്സി വിളിച്ചങ്ങോട്ട് ഇവിടെയൊക്കെ പോകുമ്പോൾ ലഗേജ് കൂടുതലാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്, അതുമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗ്ലാസ്സസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഒരു ഇമേജിൻ്റെ ഗ്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഇതൊരു എന്താ പറയുക, ഇത് ഗ്ലാസ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും എൻ്റെ അടുത്തിട്ട്. എനിക്ക് കണ്ണിന് ഗ്ലാസ് ഇല്ലാഞ്ഞാൽ പറ്റൂല. അപ്പോൾ പിന്നെ ഇത് ബേസിക്കിൻ്റെ ഒരു ഗ്ലാസ്, ഇങ്ങനെ ഒരു ഗ്ലാസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ്. കാക്കാക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇത്, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കളർ എനിക്കല്ല ഇഷ്ടം. പക്ഷെ കാക്കാക്ക് ഇതിൻ്റെ ഷേപ്പ് വലിയ ഇഷ്ടമല്ല. ഒരു കാറ്റായി ഷേപ്പാണ് കേട്ടോ. ഞാൻ എപ്പോഴും വെക്കും, ഇത് എപ്പോഴും യൂസ് ചെയ്യും വണ്ടിയിൽ പോകുമ്പോൾ. അപ്പോൾ ഇത് എത്രയും ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഗ്ലാസ് എല്ലാം കൂടെ എനിക്ക് വെക്കാനല്ല കേട്ടോ, എനിക്ക് മാറ്റി തിരിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് ആളുണ്ടല്ലോ, അപ്പം അങ്ങനെ. അപ്പോൾ അതും വെക്കണം. ഇത്രയൊക്കെയാണ്. ഇതൊക്കെ ഈ പെട്ടിയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. അതും 15 kg ആണ്. 15 kg മാജിക്കും 15 എനിക്കും ഉണ്ട്. പക്ഷേ ഒരു പെട്ടിയിൽ 15 കൂടുതൽ പറ്റൂല. അപ്പോൾ പിന്നെ അത് എങ്ങനെ നോക്കട്ടെ, എന്തായാലും നമുക്ക് പാക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാനിതാ ഈ ഒരു ബാഗാണ് കേട്ടോ കൊണ്ടുപോകാൻ. ഇനി അപ്പോൾ മറ്റേതിൽ എന്തായാലും കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ബാഗിൽ ഇത് സൂക്കിൻ്റെ ബാഗാണ് കേട്ടോ. നല്ല അടിപൊളി ബാഗാണ്. 3-4 വർഷമായി വാങ്ങിയിട്ട്, 4 വർഷം കഴിഞ്ഞാണ് തോന്നുന്നുണ്ട്. ഇപ്പം ഇതിങ്ങനെ പരസ്യം കാണാം ഓഫറൊക്കെ, പക്ഷെ അന്ന് ആ ഒരു കാര്യമായിട്ട് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് കേടാവൊന്നുമില്ല കേട്ടോ. നല്ല ബാഗാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു പൗച്ചും ഉണ്ട്. ഇത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാക്കിൻ്റെ ബാഗാണ്, അല്ല ഐപാഡിൻ്റെ ബാഗാണ്. മാക്കൊന്നും കൊണ്ടുപോകില്ല, ഐപാഡിൻ്റെ ബാഗാണ്. അപ്പോൾ ഇതിൽ വെച്ചാൽ നല്ല സേഫായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുക, ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ നല്ല സേഫായിട്ടിരുന്നോളും. പിന്നെ മൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാം. അപ്പം എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളും അതിൽ പോകും. അത് വെച്ചിട്ട് ഇവിടെ ഈ ബാഗിൽ വെച്ചാൽ ബെൻഡാവാതെ സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും. അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് കൈ പിടിക്കും ചെയ്യും. അപ്പോൾ വെയിറ്റ് ഏകദേശം ശരിയാവും തോന്നുന്നു. എനിക്ക് അത്ര അധികം ലഗേജ് വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ വലിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കാക്ക, അത് അതെടുത്ത ഷോൾഡർ ഇതായത്. പക്ഷെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് അതിൽ നിറച്ചത്. ഇനി വരുമ്പോൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഏതായാലും
അപ്പോൾ അതാ ഞാൻ പെട്ടിയൊക്കെ ഈ കണ്ടീഷനിലൊക്കെ ആക്കി വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഒന്നും മറന്നിട്ടില്ല എന്നൊക്കെയാണ് വിചാരിക്കണത്. ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യണല്ലേ പെട്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ അപ്പോൾ കൊണ്ടുവന്ന് വെക്കാം. പിന്നെ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഫ്താൻ മോഡലുള്ളൊരു ഷർട്ടും പാൻറ്റും, അത് അങ്ങനെ പെയറായിട്ടാട്ടോ വാങ്ങിയത്. ഞാൻ കാണിക്കാം. നെസ്റ്റോന്നാട്ടോ വാങ്ങിയത്. ഈ ഒരു ഷർട്ടും ഇതൊക്കെ നല്ല ലൂസുള്ള കറുപ്പ് ഒരു പർദ്ദ മെറ്റീരിയലിൻ്റെ ഒക്കെ പോലെ നല്ല വെയിറ്റുള്ള ഒരു നല്ല കനമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അതും ഈ ഒരു പാൻറ്റും അതേപോലെ ആ ഒരു വെള്ള ഷൂ ആണ് കേട്ടോ. അതിക്ക് പെയർ ചെയ്യണേ. ഈ ഷൂ ഞാൻ നെസ്റ്റോന്ന് വാങ്ങി വന്നപ്പോൾ രണ്ട് സൈസാട്ടോ വാങ്ങിയിട്ട് വന്നിരുന്നു. പിന്നെ പോയി മാറ്റുക ചെയ്തത്. എൻ്റെ സൈസ് 39ആണ്. ഒന്ന് 38 ഒന്ന് 39 വരുന്നു വാങ്ങി വന്ന്. പിന്നെ അതാ ഹിജാബും. അപ്പോൾ ഇനി എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ മോനെ കൊണ്ടാണ് പോകുന്നത്. യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നത്